I'm Dr. John Marshall. I lost 29 pounds and 5.5 inches off my waist using Hydroxycut. I strongly recommend it, both as a new doctor and someone who used it with fantastic results. Lose up to 4.5 times the weight than with diet and exercise alone. ഈ സാരി എന്ന് പറയുന്ന സാധനം ആര് കണ്ടുപിടിച്ചതാണ് ഞാൻ ഓർക്കണം. പുരാണത്തിലെ പാഞ്ചാലി ആയിരിക്കും. എന്തൊരു കനമായതിന് ഇതൊക്കെ ഒന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കണേ ഭയങ്കര പണിയാണ്. ഇത് ഉടുക്കുന്നയാളുടെ നടുവ് കുനിഞ്ഞു പോകില്ലെന്ന് ഞാൻ ഓർക്കണം. പ്രിൻസി, നമ്മുടെ ജോസിയേട്ടൻ കൊണ്ടുവന്ന 2 നേഴ്സുമാരെയും പുള്ളി പ്ലേസ് ചെയ്തെന്നാ കേട്ടെ. $10,000 പുള്ളിയുടെ പോക്കറ്റിൽ വീണു. നമുക്കും ഇതുപോലെ എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് തുടങ്ങണം, എന്നാലേ $10 പോക്കറ്റിൽ വീഴുള്ളൂ. ഒന്ന് തുടങ്ങിയതിന്റെ ബാക്കിയായി ഇരിക്കുന്നത്. ഇതിന്റെ പൊടി തട്ടി തട്ടി എന്റെ ജീവിതം തീരുമെന്നാ തോന്നുന്നത്. എന്തായിരുന്നു സായിപ്പ് കണ്ടാൽ ഉടനെ ഇത് മുഴുവനും മേടിച്ചങ്ങ് കൂട്ടുമെന്നും പറഞ്ഞ് ഒരു ചാക്ക് നിറച്ചിങ്ങോട്ട് ഇറക്കി. എന്നിട്ട് ഒരെണ്ണം എങ്കിലും വിറ്റോ? എടി, ഒരബദ്ധം ഏത് പോലീസുകാരനും പറ്റും. വീട് നിറച്ച് കമ്പും കോലും കാരണം നടക്കാൻ വയ്യാണ്ടായി. ഇത് കത്തിക്കാന്ന് വിചാരിച്ച ഒന്നും കത്തത്തുമില്ല. അതെ, ബിസിനസ് ആയ ഇതൊക്കെ സാധാരണയാ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ഉദാഹരണത്തിന്, നമ്മുടെ സാധനം നമ്മൾ തന്നെ വിൽക്കണം. അത് വല്ല കടയിൽ കൊണ്ടുവച്ചാൽ അങ്ങ് വിറ്റ് പോകത്തൊന്നുമില്ല. നീ ആ തൊടയെ അവിടെ നിർത്തിക്ക്. ഒരു കാര്യം പറയട്ടെ, ബാ ഈ വിസിറി അടവേ ഇങ്ങനെ വന്നേ. ഞാനേ ഒരു കാര്യം പറയാം, ഇവിടെ ഇരി. അതായത് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്ന ഒരു സാധനമാകുമ്പോൾ അത് വിറ്റ് പോകാൻ എളുപ്പമുണ്ട്. ഉദാഹരണത്തിന്, ദൈവം തമ്പുരാൻ നിന്നോട് ചോദിക്കുക, നിനക്ക് എന്ത് കിട്ടിയാൽ സന്തോഷമാവുമെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയും? എന്റെ ഭർത്താവിന് കുറച്ച് ബുദ്ധി. പക്ഷേ ലോകത്തിൽ വിവരമുള്ള പെണ്ണുങ്ങൾ പറയും, എന്റെ ഈ പൊണ്ണത്തടി ഒന്ന് കുറച്ച് തന്നെ ദൈവമേന്ന്. ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്നാ? പൊണ്ണത്തടി. അവിടെയാണ് ആയുർവേദത്തിന്റെ വരദാനം. നാട്ടിലെ ഹിറ്റ് പ്രോഡക്റ്റാ ഫാറ്റ് ബേൺ, നോ സൈഡ് എഫക്ട്. ഞാനൊരു 100 ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യാം. എന്നിട്ട് നമുക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കാം. പിന്നെ പോരാഞ്ഞതിന് നിന്റെ കൂട്ടുകാർക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല ആശുപത്രിയില്. പിന്നെ വേണം എന്നെ കാണുമ്പോ മനുഷ്യർ ഓടാന്. എന്നെ കൊണ്ടൊന്നും മേല. ഒന്നും സമ്മതിക്കല്ലേ, എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ഞാനൊരു 100 ഓർഡർ ചെയ്യാൻ പോവാ. വന്ന പോലെ വരട്ടെ. ജോസിയേട്ടന് ചേച്ചിങ്ങടെ 2, അച്ഛനൊന്ന്. അച്ഛനെന്നാ വെളുമ്പന് 1. അപ്പുറത്തെ കറമ്പിയോട് ചോദിച്ചാൽ മേടിക്കുമോ? ചോദിച്ചു നോക്കാം. ഓക്കെ, എഴുതാൻ കറമ്പി 1. നോക്കാണ തടി നല്ലല്ലോ ഉണ്ട്. കറമ്പി 1. അങ്ങനെ കൂട്ടുമ്പോൾ 100 വിറ്റ് തീർന്നാൽ ഒരു $10,000 ലാഭം കിട്ടും. ഒത്തു വന്നാ ഞാനൊന്ന് കലക്കും. അതൊക്കെ ഡാഡിയുടെ ഒരു ഐഡിയ മക്കളെ. നല്ലൊരു വണ്ടി മേടിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആ കളർ പോയ കൊറോള നിറയ്ക്കാൻ കിട്ടും. കുറെ നാളായി. നല്ലൊരു 2 ഫോട്ടോ കേട്ടോ. അങ്ങനത്തെ ഫോട്ടോ വേണ്ടത്. എടുത്തോളാം. ഇനി ഇങ്ങനെ നിൽക്കണം. എടുത്തോ? താങ്ക് യു. ഓക്കെ, ആ പടം അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത്, വയറിൻ്റെ ഇപ്പുറത്ത് അതങ്ങോട്ട് അതങ്ങനെ അങ്ങ് ഉറപ്പിച്ചേ. അവിടെ വെച്ചാല് ഇനി ഇവിടെ കൊമ്പില്ലേ, കൊമ്പിന്റെ പടം അതെടുത്ത് നേരെ അതിന്റെ അപ്പുറവേ. അത് ഫ്രീ ആണെന്ന് അങ്ങോട്ട് ഇട്ടാലേ. ഈ ഫ്രീ വിത്ത് പർച്ചേസ് എന്നുള്ളത് അപ്പുറം അങ്ങോട്ട് കേട്ടോ. അങ്ങ് ഫ്രീ കൊടുത്തേക്കാം, മറ്റേ ബോട്ടിൽ മേടിക്കുന്ന കൂടെ. But nobody wants this crap though. പിന്നെ nobody wants it. എടാ ചെറുക്കാൻ, നിനക്ക് നമ്മുടെ ആൾക്കാരെ അറിയാൻ മേലാഞ്ഞിട്ടാ. എന്നാ ഫ്രീ കൊടുത്താലും അവരെടുത്തോളൂ. ഇത് വേണ്ടക്ക് നീ എന്തിനാ ഇത് ഇവിടെ കൊണ്ടു വെച്ചേക്കണേ? Ring holder. റിംഗ് ഹോൾഡർ, വെരി ഗുഡ്. നീ എന്റെ മകൻ തന്നെ. അത് പോട്ടെ, നമുക്ക് അങ്ങോട്ട് എടുത്ത് വെച്ചോ, ശരിക്കങ്ങ് വെച്ചോ. പള്ളിക്കുടുത്തി പോയ നേരത്ത് ഇതൊക്കെ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നിന്റെ ഒന്നും സഹായം വേണ്ടായിരുന്നു. ഇതങ്ങോട്ട് നേരെ വെച്ചില്ലേ. ഇനി ഞാൻ ഇതിന്റെ കോപ്പി എടുത്താൽ നീ അത് നീ നാറ്റിക്കാതിരുന്നേച്ചാൽ മതി. അതുപോലെ തന്നെ വെച്ചാൽ
അതേ കുഞ്ഞെ നീങ്ങി വന്നടാ. ഇന്ന് പള്ളി വരുന്ന എല്ലാ വണ്ടിയുടെ മുമ്പിൽ ആ വിൻഷീൽഡിന്റെ ഇടയ്ക്ക് ഇത് കൂട്ട് ഓരോന്നങ്ങ് വെച്ചേക്കണം. എല്ലാ വണ്ടിയിലും എല്ലാ വണ്ടിയിലും വെച്ചാലേ എടാ ഒന്നിച്ചു കൊണ്ട് വെച്ച് തീർക്കരുത്. നീ ഓരോന്നേ വെക്കാവുള്ളൂ. ഇതിലൊക്കെ കാശിനുള്ളതാ. ആ കുട്ടനെ വന്നേ, കുട്ടനോടൊരു കാര്യം പറയട്ടെ. ഇന്ന് പള്ളി വരുന്ന ആന്റിമാരെ എല്ലാം കൊച്ചൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനകത്ത് കൊടവേറുള്ള ആന്റിമാർക്ക് മാത്രം ഇത് കൂട്ട് ഓരോന്നും കൊടുക്കണം. കൊടവയറുണ്ടോ ഡാഡി? കൊടവേർ എന്ന് പറഞ്ഞാൽ ഈ കുടം പോലത്തെ വയറുള്ളതല്ലേ. ഇപ്പൊ ഡാഡിക്ക് ഒരുമാതിരി വയറുണ്ട്. ഇത് കൂട്ടൊരു 4 ഇരട്ടി ഒക്കെ തോന്നിക്കുന്ന ഇച്ചിരി വലുതായിട്ട് അങ്ങനത്തെ പെണ്ണുങ്ങൾക്ക് ആന്റിമാർക്കും കൊടുക്കണം കേട്ടോ. ഓരോന്നേ കൊടുക്കാവുള്ളൂ. No, Daddy, I don't want to do it. It's boring. Daddy തന്നെ ചെയ്യോ. മാനെ ഡാഡിക്ക് കൊടുക്കാൻ പറ്റില്ലെന്നേ. ഡാഡി കൊടുത്ത ആന്റിമാരുടെ അങ്കിൾമാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടിയല്ല. കൊച്ചാകുമ്പോ ഒന്നും പറയാമല്ലോ. ഞാനിതൊക്കെ ഓരോന്ന് കൊടുത്തരാം കേട്ടോ. വിറ്റ് കാശൊക്കെ ആവുമ്പളേ 2 പേർക്കും ഐസ്ക്രീം മേടിച്ച് തരാം. പ്രിൻസി ഇവിടെ നിൽക്കണ്ട. നിന്റെ കൂട്ടുകാർക്കൊക്കെ നീ ഓരോന്നും കൊടു. അവര് കൊച്ച നീ കാര്യം പറഞ്ഞ അച്ഛനേടായിട്ട് ഇച്ചിരി തടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനോ? ഇത് പറയാനോ നീ എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അത് പറയാനൊന്നുമല്ല. പിന്നെ അച്ഛാ, ഞാൻ ഇടയാട്ടെ ഒരു ചെറിയ സൈഡ് ബിസിനസ് തുടങ്ങി. ആദ്യമായിട്ട് അച്ഛൻ്റെ കൈ കൊണ്ട് അതിൻ്റെ കൈതട്ടം മേടിക്കാൻ വിചാരിച്ചു വന്നതാ. ഇതെന്നാ ജാമോ? ജാമൊന്നും അല്ല, വണ്ണം കുറയ്ക്കാനുള്ളൊരു മരുന്നാ. നല്ല മധുര. എനിക്ക് അച്ഛന് വണ്ണം ഉണ്ടെന്നേ. എന്നാ ഞാൻ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെ, കൊള്ളാക്കി തരാം. 30 രൂപയുടെ സാധന. പക്ഷെ അച്ഛനായോണ്ട് $10 തന്നാൽ മതി. ദേ അത് മേടിക്കണ ഒരുത്തിന് ഇത് ഫ്രീ. ഇത് ഫ്രീയോ? ആ, അത് ഫ്രീയാ. എന്നാ നീ ഇതങ്ങ് വെച്ചോ. ഇതുപോലെ പറഞ്ഞാൽ എൻ്റെ മുറിയിൽ പോട്ടെ പൊടിയിട്ട് ഞാൻ എന്നാ ചെയ്യാനാ? ഇത് നീ അങ്ങ് വെച്ചോ. അച്ഛൻ നമ്മുടെ ആൾക്കാരോടൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ. എങ്ങനെയെങ്കിലും ഉണ്ടോ? ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒരു കുഴപ്പമില്ല. നല്ല വയറൊക്കെ ആലില പോലെ ആവും കഴിഞ്ഞ. ഞാൻ മധുരം ഉണ്ടോ? മധുരമൊക്കെ ഉണ്ട്, മധുരമൊക്കെ ഉണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. കൊള്ളാമെങ്കിൽ ഞാൻ പറയാം. എല്ലാവരും ഒന്ന് പറയണം കേട്ടോ നമ്മുടെ കാര്യം. അപ്പൊ അതിന്റെ കാശ് വെച്ചാ കാശോ? കഴിച്ചു നോക്കട്ടെ, കൊടുത്തു വിടാൻ എന്നിട്ട്. അത് പോരെ? ആയിക്കോട്ടെ ആയിക്കോട്ടെ. Police car. ഈ ഫോൺ അടിക്കണ കേൾക്കാൻ പറ്റടാ. നിങ്ങൾക്കൊന്ന് എടുത്താ ടിവിയുടെ മുമ്പ് വായ പിടിച്ചിട്ട് എപ്പോഴും ഇരുന്നോളൂ. ഇതല്ല സെയിൽസ് കോൾ ആയിരിക്കും. നോക്കേക്കാം. ഹലോ, Is this Mr. Taikin Madhu? Tekemucho? What? I think it's wrong number, sir. നീ തേക്കമൂട്ടിൽ നിന്നാണോ പറഞ്ഞത്? ആയിരിക്കല്ല. തറവാട്ടുകാരുടെ വീട്ടുപേര് പറയാറിയാൻ മേലാത്തവനൊക്കെ വിളിക്കണ്ട. എന്നാണെങ്കിലോ വീണ്ടും വിളിക്കും. ഇന്ന് ഇവനോട് 2 കോള് പറഞ്ഞിട്ടുള്ളൂ. Hello? Mr. George. Yes, I don't want it. My name is Officer Gear. I'm calling from the Bergen County Police Department. Yes, sir. Yes, sir. Are you the one who's selling drugs? No. Illilla. No drugs. I got the flyer from my car. It says you sell Ayurveda drugs. Oh. Yes. Are you aware you need a license for that? Yes, sir. I need to see the license. Bring it to the police station so I can see it. Okay. Are you aware you also have a $500 fine for distributing flyers on cars? Oh, I know, sir. I know. It's not legal in Bergen County. So I'll see you here in an hour. Thank you, sir. Have a good day. Okay, sir. Thank you. Bye. $500 ഫൈൻ അടിച്ചിട്ടേ അവൻ്റെ ഒരു ഹാവ് എ ഗുഡ് ഡേ. എൻ്റെ ദൈവമേ, എത്ര കുപ്പി വിറ്റാലാ ഞാൻ 500 രൂപ ഉണ്ടാക്കണം. പ്രിൻസി അറിഞ്ഞാൽ കൊല്ലും. മാനേ മത്തായി കുഞ്ഞ്, നീ എവിടെയെല്ലാം കൊണ്ട് വെച്ചടാ ആ നോട്ടീസ്? ഞാൻ എല്ലായിടത്തും വെച്ചു. പോലീസുകാരന്റെ വണ്ടിയെല്ലാം കൊണ്ട് വെച്ചു അല്ലേ? വെച്ചു. ഡാഡിയല്ലേ പറഞ്ഞ എല്ലായിടത്തും വെക്കാൻ. അയ്യോ, ഡാഡി പറഞ്ഞ അതുപോലെ കേക്കണേ ഒരു കൊച്ചെ. നീ നിന്റെ ഡാഡിയെ കമ്പി എണ്ണിച്ച് അടങ്ങുമല്ലേ? എന്റെ ദൈവമേ, നിന്റെ ഈ കുന്ത്രാട്ടം കാണിച്ച് ഏറ്റു പോടാ. ഡാഡി എപ്പോ വെച്ചാണ്? എനിക്ക് ഡാൻസ് ക്ലാസ് ഉള്ള കേട്ടോ. അതെ, ഡാഡി വന്നാ പറയാം വന്നെന്ന്. എന്റെ മകൾ ഒരുങ്ങിയിരുന്നോ ഒത്താ കൊണ്ടാകാം, അല്ലാതെ എനിക്കൊന്നും പറയാനില്ല.
Hey, George. Hi, Paul. How are you? Okay, my friend, how are you? Okay, I'm fine. So, this is a fat burn product from India. It's 100% natural from Ayurveda. India. Ayurveda? Yeah, Ayurveda. Ayurveda. It's from India? Yeah, this is That's 100% natural thing. When you eat that one, you'll lose some weight. No, you can burn the fat. That's big business these days, that Yeah, kind of stuff. yeah. That's That why- I wish you the best of luck with that. That is great. Thank you very much. Thank you. And keep it. I want to Keep- tell you one thing. Yeah, I just want to tell you one. Oh, Yeah. Yeah, for you. okay. Actually, this is $50 value. I'm gonna give you $20 discount, the $30. And with that purchase, I'm gonna give you this item absolutely free. That's That's free with it? Oh, that's great. Yeah. I don't have anything like this. Yeah. When you eat this one, you'll lose some weight. I mean, fat burn. I told you, fat burn. Yeah. So 100% natural. That's great. I don't usually use stuff like that, though. Oh no, you are a little fat, so you need one. Fat. Yeah, well, You need that one. George, I'm always willing to help out a neighbor. Yeah, okay. But I don't have the cash on me right now. I didn't even go to the bank today. Don't worry about money. I'll get from your house later. No problem. Sounds good to me. Thank you, sir. I'll just, yeah, thank you. Okay, All right. you're welcome. Tell your good friends too. I'll tell you, I do have fat friends. So Okay. All Thanks a lot. yeah. സായിപ്പിന്റെ പുറകെ ഓടിയല്ല ഒരു കുപ്പി കച്ചവടം നടത്തില്ലേ അയ്യടാ ഒരു കണക്കിന് സായിപ്പന്മാരാ കച്ചവടം നടത്താൻ നല്ലത് എന്നിട്ട് ഈ കാശും കിട്ടും വലിയ ചോദ്യം ചോദിക്കില്ല ഓ നമ്മുടെ ആളുകളോട് അവർക്കൊരു കുപ്പി വിൽക്കണേ 5 രൂപയുടെ കുപ്പിക്ക് 500 രൂപയുടെ ചോദ്യം ചോദിക്കും എന്നിട്ട് അവസാനം കടവും പറയും ഈയിടെ വയറച്ചിരി കൂടുന്നുണ്ട് അല്ല ഞാൻ എന്തിനാ വിഷമിക്കണേ നമ്മുടെ കയ്യിലെ സാധനം ഇരിക്കണേ ഉമ്മനെ അങ്ങ് സേവിച്ച് നോക്കാം അല്ല സ്വയംഭം സാര ആനെ ആ സ്പൂണിങ് എന്തടി ആ സ്പൂണ് ഇങ്ങ് തരാൻ ഉഗ്രൻ ഇത് മേടിക്കാനാ നമ്മുടെ ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട് അമ്പടാ അമ്മ കുടിച്ച മകള് കൂത്താടുന്ന സൈസല്ലേ സാധനം ഇനി ഇത് മതി ഓട്ടമൊക്കെ നിർത്താൻ പോവാ ഓ മന അങ്ങ് ഇറങ്ങിപ്പോണ പോക്കേ ദൈവമേ വയർ ഇത്തവണ ഫ്ലാറ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ഡാഡി ഒന്നും പറ്റിയില്ല മാനെ ഉടനെ പറ്റൂന്നാ തോന്നുന്നത് എന്തൊരു വിഷമം പോലെ അയ്യടാ ഇത് കഴിച്ചത് ഉടനെ റിയാക്ട് തുടങ്ങിയാണല്ലോ മാനെ മമ്മി എന്തിയാ മമ്മി ബാത്റൂമില എനിക്ക് അങ്ങനെ കുളിക്കാനുണ്ട് ദൈവമേ നമുക്ക് കുളിക്കാൻ കണ്ട നേരം ഒന്ന് വേഗം ഇറങ്ങാൻ പറ മക്കളെ എന്താ ഡാഡി ഒന്നുമില്ല മന ഒന്നുമില്ല അയ്യോ എടി ഒച്ച ഒന്ന് പറയടി അവളോട് പെട്ടെന്ന് ഇറങ്ങാൻ പറ അയ്യോ ഡാഡി ഡോർ ഓപ്പൺ ചെയ്തു അയ്യോ നിങ്ങൾക്ക് ചിരിക്കാം ഇതിലൊന്നും എഴുതിയിട്ട് ഓ നോട്ട് സൈഡ് എഫക്ട് ഒന്നും ഇല്ലെന്നാണല്ലോ ഇതിൽ എഴുതിയല്ലേ ഇതിന്റെ ആയിരിക്കല്ലേ നല്ല കഴിച്ച വല്ലത്തിന്റെ ആയിരിക്കും അയ്യോ നീ ഇവിടെ ഞാൻ ഒന്നോടെ പോയിട്ട് ഒരു കൊല്ലം കൊണ്ട് പോകേണ്ടത് 1 മണിക്കൂർ കൊണ്ടൊക്കെ പോയി കിട്ടി ഇവിടെ തമ്പരാനെ കൊടുത്തവരെയൊക്കെ ഒന്ന് വിളിച്ചു പറയട്ടെ ഹലോ ജോസടാ ഞാൻ തന്നെ മരുന്ന് കഴിച്ചോ ഇല്ലല്ലേ ഓ സമാധാനായി ദൈവമേ കഴിക്കില്ലേ കുഴപ്പാ ഞാൻ പിന്നെ വിളിക്കാം എനിക്ക് വേറെ 1-2 പേരോട്ട് വിളിക്കാറുണ്ട് ഓക്കെ താങ്ക് യു ഹലോ ഇത് ജോർജ് ആണേ അച്ഛനെ ഒന്ന് കിട്ടുമോ അയ്യോ എൻ്റെ പേര് പറഞ്ഞ് ബാത്റൂമിലേക്ക് ഓടുന്നോട്ടോന്നോ വിളിക്കണ്ട ഞാൻ പിന്നെ വിളിച്ചോളാം തിരിച്ചു വിളിക്കാമെന്ന് പറയണ്ട ഓക്കെ താങ്ക് യു
George. Hi. What's going on? Okay. Did you eat that yet? What? You eat that product yet? No, I've been working in my yard all day. Oh, thanks God. Oh, don't eat it. Don't eat it. You know why? I think that date is expired. Really? There's a misunderstanding, you know. That's all right. Anyway, you can keep this one. This one. I can keep this? Yes, please. That's, well, all right. Oh, I suppose my wife can use it as a ring holder or something. Yeah. Your wife can use that. Yeah. Why not, right? Okay, so I'm gonna take this back, okay? That's I'm cool. really sorry. No, that's quite all right. Thank you very No, don't worry about it. Thank you. Yeah, thank All you. right, I'll see you later. Thank you. Okay. Bye. Take care. Ring holder.